നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. സിനിമാ പ്രവർത്തകർക്കിടയിൽ വീണ്ടും താരമായി ഉർവശി. ശാരദ, വിമല, ഹരിയ ഇവിടെ വരൂ. ഇത് പ്രിയങ്ക. ഇവൾക്ക് വലിയ ചീത്തപ്പേരാണ്. തനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് ഉർവശിയുടെ തുറന്നു പറച്ചിൽ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ കണ്ടുപിടിച്ചു. അവരൊക്കെ എല്ലാവർക്കും ഏറ്റവും ഒടുവിൽ മനസ്സിലായ വലിയൊരു സത്യം, ഉർവശിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഉർവശിയുടെ പ്രസംഗമാണ്. ഉർവശിക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിലും നന്നായി പ്രസംഗിക്കാം. നല്ല ഭാഷ പഠിച്ച് എല്ലാവരും അതിൽ ആശയവിനിമയം നടത്തണമെന്നും അഭ്യർത്ഥന. ആത്യന്തികമായിട്ട് കൊണ്ടുവന്ന് നമ്മളെ എത്തിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സ്നേഹം, മനുഷ്യന് പരസ്പരമുള്ള ഭാഷ. അയ്യപ്പ ഭക്തന്മാർക്ക് പ്രത്യേകം പരിപാടികൾ ഒരുക്കി പ്രയാർ. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുകയുള്ളൂ. അയ്യപ്പ ചരിത്രത്തിൽ പ്രയാർ സാഗരം നീന്തി തുടിച്ചു. ശൈവസങ്കേതമേ വൈഷ്ണവാചാരമേ സച്ചിദാനന്ദമേ ദൈവമേ. നോട്ടൊരു കുരിശ് കഥന തുടരുന്നു. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചില് തുടരണ നോട്ട്. ഈ നോട്ട് ഇന്ന് മുരിയേരിക്കായി ജനം തക്കുവട്ട കലയണ നോട്ട്. നോട്ടിനായി നാട് മൊത്തം ഓടി മണിമന്ത്രി ഐസക്. സ്വകാര്യ ബാങ്കിലിടണ്ട, സഹകരണ ബാങ്കിലിടുന്നത് നന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ സത്യം വിശ്വസിക്കാതെ ചെങ്ങാതിയും തോൽപ്പിച്ചു. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് അത് വിഭിന്നമായ വഴികളിലൂടെ മുന്നേറുകയാണ്. ഒരു കാലത്ത് സിനിമ കാണാനോ അഭിനയത്തെക്കുറിച്ച് ചിന്തിക്കാനോ കഴിയാത്ത സ്ത്രീകൾ ഇന്ന് സിനിമയുടെ എല്ലാമാണ്. അത് വളർന്ന് സ്ത്രീകളുടെ ചലച്ചിത്രോത്സവത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് സ്ത്രീ പഠന കേന്ദ്രം ഒരു സ്ത്രീ സിനിമ ഫെസ്റ്റിവൽ നടത്തുകയാണ്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ അഭിനേത്രിയായ ഉർവശിയാണ്. അപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ വരവേൽക്കാം. ശാരദ, വിമല, ഹരിയ ഇവിടെ വരൂ. ഇത് പ്രിയങ്ക. ഇവൾക്ക് വലിയ ചീത്തപ്പേരാണ്. സപ്ലി എക്സാം തുടങ്ങി 2-ാം മണിക്കൂറിൽ എല്ലാ തുണ്ടുപേപ്പർ വെച്ച് ആൻസർ ചെയ്ത് ഹാളിന് വെളിയിലെത്തി. ഓ, അത്ഭുതമായിരിക്കുന്നല്ലോ. ഇതെങ്ങനെ സാധിച്ചു? ഹാളിൽ വെച്ച് ഞാൻ ടീച്ചറോട് ശോചനാലയത്തിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് ടീച്ചർ വിട്ടോ? ചിന്തയും ഉദ്ദേശവും നല്ലതാണെങ്കിൽ ആരും വിടും. എങ്ങനെയാണോ ഇവളുടെ ടീച്ചർ വിട്ടത്. എന്നിട്ട് പുറത്ത് ശോചനാലയത്തിൽ പോയി തുണ്ടെടുത്ത് തട്ടത്തിനടിയിൽ വെച്ചു. തിരിച്ചെത്തി പരീക്ഷ എഴുതി. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു? പോകാൻ വരുന്നത് ரொம்ப നല്ലത്. നല്ലൊരു ഫാമിലി ലൈഫ് കടിച്ചിരിക്കില്ലേ, അതുതാ വേണം. ഒരു സിനിമയിൽ കളിച്ചാൽ എത്ര രൂപ കിട്ടും? 10 ലക്ഷം വരെ കിട്ടുമെന്നാ നാട്ടുകാർ പറയണേ. ഇനി പതിവ് പോലെ പ്രസംഗമാണ്. ഉദ്ഘാടകയായ ഉർവശിയാണ് പ്രധാന പ്രാസംഗിക. സംഗതി സിനിമാ വിഷയമായതുകൊണ്ട് അത് സംബന്ധിയായ കാര്യങ്ങൾ തന്നെയാകും അവർക്ക് പറയാനുണ്ടാവുക. ഒരു സമയത്ത് കുറേ നല്ല സിനിമകൾ, സ്ത്രീക്ക് പ്രാധാന്യമുള്ള കുറേ നല്ല സിനിമകളിൽ പങ്കാവാൻ എനിക്ക് സാധിച്ചു. അതൊന്നും എൻ്റെ എൻ്റെ കഴിവോ എൻ്റെ മൂല്യമോ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനുള്ള പ്രായമോ പക്വതയോ ഒന്നും എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. എന്നെ ഡയറക്ടേഴ്സ് ചൂസ് ചെയ്തു. റൈറ്റേഴ്സ്, എഴുതുന്ന ആൾക്കാർ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു. ഈ ചിത്രത്തെക്കാൾ വ്യത്യസ്തമായിരിക്കണം ഉർവശി എന്ന് ആ കഥാപാത്രം എന്ന് ആഗ്രഹിച്ചു. വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ കണ്ടുപിടിച്ചു. അവരൊക്കെ എല്ലാവർക്കും ഏറ്റവും ഒടുവിൽ മനസ്സിലായ വലിയൊരു സത്യം, ഉർവശിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. എന്നെ ഇഷ്ടമുള്ള, ഞാൻ തുടർച്ചയായി പടം ചെയ്യുന്ന എല്ലാ ഡയറക്ടേഴ്സിനും ഇഷ്ടപ്പെട്ടതും അതാണ്. അഭിനയിക്കാൻ അറിയില്ല. പച്ച മാവായിട്ട് വരും. നമുക്കതിനെ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ഗോതമ്പുണ്ടയോ ചപ്പാത്തിയോ എന്താക്കി വേണമെങ്കിലും മാറ്റാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു റോ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു ഞാൻ. അന്നും ഇന്നും എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട, സ്മരിക്കേണ്ട ഒരാളുണ്ട്, ശ്രീ വേണു നാഗവള്ളി. എൻ്റെ കുടുംബത്തിലെ ഒരു കാരണവരെ പോലെ, എൻ്റെ മൂത്ത സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ എന്നെ വെച്ച് കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ ആദ്യം പറയുന്നത്,
പൊടിമോള് ദേവി ഇതിനകത്ത് അഭിനയിക്കരുത്. എപ്പോഴെങ്കിലും ഞാൻ ആരെങ്കിലുമൊക്കെ അഭിനയിക്കുന്ന പോലെ ഒരു ശ്രമം നടത്തും. കുറച്ചിങ്ങനെ ഇമോഷണലായിട്ടൊക്കെ കുറച്ച് അവരെ പോലെയൊക്കെ അഭിനയിക്കാൻ ശ്രമിക്കുമ്പോൾ പറയും, ദേവി ഇത് അഭിനയിക്കരുത്, അറിയാവുന്നത് പോലെ ഇതങ്ങ് പറഞ്ഞാൽ മതി, അത് കുഴപ്പമില്ലാതെ വരും. കമലയ്ക്ക് ഉണ്ട് ഇവിടെ, ഇക്കൊക്കെ അറിയാം. ഇക്കയുടെ പടമൊക്കെ ഞാൻ ചെയ്തതാണ്, ഇക്കയുടെ ഫസ്റ്റ് ഫിലിം ഞാൻ ചെയ്തതാണ്. അതിലുമൊന്നും എന്നെ അഭിനയിക്കാൻ ആരും നിർബന്ധിച്ചിട്ടേ ഇല്ല. കാരണം എല്ലാവരും സ്ത്രീകളാണ് വേദിയിൽ, ഞാൻ മാത്രമുള്ള ഒരു പുരുഷനായിട്ട്. കാരണം എല്ലാവരും സ്ത്രീകളാണ് വേദിയിൽ, ഞാൻ മാത്രമുള്ള ഒരു പുരുഷനായിട്ട്. എന്തായാലും വേദിയിലുള്ള ഏക പുരുഷ കേസരിയെ മുൻനിർത്തി ഉർവശി പറഞ്ഞ കാര്യങ്ങൾ പരമാർത്ഥമാണ്. ഉർവശി മിക്ക ചിത്രങ്ങളിലും അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. എന്തായാലും പ്രസംഗം തുടരുകയാണ്. ഇനി ഉർവശി കടക്കുന്നത് സിനിമ എന്ന ജനകീയ കല എങ്ങനെ സമൂഹത്തെ കൂട്ടിയിണക്കി എന്നതിലേക്കാണ്. സിനിമ എന്ന് പറയുന്ന വലിയൊരു കലാരൂപത്തെ മനുഷ്യന് ഉപയോഗിക്കാവുന്ന, ആശയവിനിമയം നടത്താവുന്ന ഏറ്റവും എളിയ ഭാഷയായും ഏറ്റവും വികാരത്തിൻ്റെ ഭാഷയായും കണക്കാക്കാനും മനസ്സിലാക്കാനും സാധിച്ച ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൂല്യമായി ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ ചെന്നൈയിലെ ഇത്തരം ഒരു കൂട്ടായ്മ സുഹൃത്തുക്കൾ ചേർന്ന് സിനിമയെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി, അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മൾ വിദേശത്തൊന്നും ഒന്നും പോയി നമ്മളൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം ഒരു സമത്വം ഉണ്ടായത് ഒരു സിനിമാ തിയേറ്ററിൽ നിന്നാണ്, സിനിമ കൊട്ടകയിൽ നിന്നാണ് എന്നൊരു റിസർച്ചിലാണ് എത്തിയത്. അതുവരെ ഉണ്ടായിരുന്ന കലാരൂപങ്ങളെല്ലാം തന്നെ, ഇപ്പം നമ്മുടെ കലകളാവട്ടെ, കഥകളി ആകട്ടെ, നൃത്തമാകട്ടെ, ഏതുമാകട്ടെ, അന്ന് ആ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സിലുള്ള ഏറ്റവും ഉന്നതരായ ആൾക്കാർ, അതിപ്പം ജാതി വ്യവസ്ഥയിലായാലും സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഉന്നതരായ ആൾക്കാർ ഏറ്റവും മുൻപിലിരുന്ന് കാണുക, അല്ലാത്തവരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേർക്ക് പുറകിലൊക്കെ നിന്നും അങ്ങനെയൊക്കെ കാണാം. സ്ത്രീകൾക്ക് ഉള്ളിലിരുന്ന് ജനാലയിൽ കൂടെ കാണാം. അതിൽ താഴ്ന്നവരെന്ന് അന്ന് പറയപ്പെട്ടിരുന്ന പലരും അത്തരം കലാരൂപങ്ങൾ കാണാൻ പോലുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചിരുന്നില്ല. പക്ഷെ സിനിമ എന്ന കലാരൂപം വന്നതിന് ശേഷം ഒരേ കൊട്ടകയിൽ ഒന്നിച്ചിരുന്ന് മണലിലിരുന്ന് ഒരുപോലെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വിദ്യാഭ്യാസം ഉള്ളവനെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ അത് കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ വിലയും കൂടെ സിനിമയ്ക്കുണ്ട്. ഇത്രയും ഗംഭീരമായി സിനിമയെക്കുറിച്ച് ഉർവശി വിലയിരുത്തിയ സാഹചര്യത്തിൽ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ കമലിന് എന്തെങ്കിലും പറയാനുണ്ടാകും. എന്തായാലും സ്വാഭാവികതയിലും കവിഞ്ഞ ഒരു വിലയിരുത്തലാണല്ലോ ഉർവശി നടത്തിയത്. ഈയിടെ ഉർവശി കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഉർവശിയുടെ പ്രസംഗമാണ്. ഉർവശിക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിലും നന്നായി പ്രസംഗിക്കാൻ അറിയാം. വളരെ മനോഹരമായിട്ട് പ്രസംഗിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസംഗം ഉർവശിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത്. സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ് ഉർവശി, വെറുതെ പുകഴ്ത്തിയതല്ല. എനിക്കെന്തായാലും ഇവര് നടത്തുന്ന കാര്യങ്ങൾ, കൃഷി നടത്തുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും ഇവർ നടത്തുന്നുണ്ട്, എന്നോട് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം, പ്രായമുള്ളവരെ നോക്കുന്ന ഏർപ്പാടുകൾ എന്തു തന്നെയായിരിക്കും അത് വളരെ ഗൗരവമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് അസുഖങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കാരണം ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ കല്ലും മണ്ണും നിന്നവരെ കുഞ്ഞു വളരും. പ്രകൃതി അങ്ങ് വളർത്തും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് അനാഥാശ്രമങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അതൊക്കെ വളർന്നോളൂ. ഈ ക്രാഫ്റ്റ് വർക്കുകൾ നടുത്തര കുടുംബങ്ങളുള്ള സ്ത്രീകൾക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നോ അറിയുന്നില്ലേ? എന്താ പക്ഷെ അറിയുന്നുണ്ടോ? 2-3 കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല ഉർവശിയുടെ പ്രസംഗത്തിൽ. ഒന്ന്, എല്ലാവരും ഒരുമിച്ചിരുന്ന് ആദ്യമായി കല ആസ്വദിക്കുന്നത് സിനിമയിലൂടെയാണെന്ന് പറയുന്നത് വലിയ ഒരു കണ്ടെത്തലാണ്. ഒരുപക്ഷെ ഇവിടുത്തെ മഹാന്മാരായ പല ചലച്ചിത്രകാരന്മാർ പോലും പറയാത്തൊരു കാര്യമാണ് ഉർവശി പറഞ്ഞതെന്നുള്ളതാണ്. അത് വലിയ സത്യമാണ്. നമ്മളത് ആലോചിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് എഴുതേണ്ടതോ പഠിക്കേണ്ടതൊക്കെയാണ്. ഒരു കാലഘട്ടത്തിൽ കലകളെയൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും അതല്ലെങ്കിൽ സവർണ അവർണ വിഭാഗങ്ങളുടേതൊക്കെയായി വേർതിരിച്ച് നിർത്തിയിരുന്ന ഒരു കാലം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കലകളും, ചില കലകൾ വരേണ്യവർഗത്തിന് മാത്രം,
കാണാനും ആസ്വദിക്കാനും അവതരിപ്പിക്കാനും വിധിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അവർണർ അവരുടേതായ കലാരൂപങ്ങൾ അവരുടേതായ രീതിയിൽ അവരുടേതായ ആഘോഷങ്ങളാക്കി മാറ്റുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷേ ഇന്ത്യയിൽ അതിന് കുറച്ചും കൂടി കൂടുതലായിരുന്നു. കാരണം ജാതി വ്യവസ്ഥ ഏറ്റവും കൂടുതലായി നിലനിന്നിരുന്നത് ഇന്ത്യയിലാണെന്നുള്ളത് കൊണ്ട് തന്നെ. കേരളത്തിലും അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രതിഫലനങ്ങളുണ്ടായിരുന്നു. ഉർവശി സൂചിപ്പിച്ച പോലെ സ്ത്രീകൾക്ക് ഒന്നുകിൽ പിന്നാമ്പുറത്തോ അല്ലെങ്കിൽ ജനലിലൂടെയോ അതല്ലെങ്കിൽ ഒരു മറയ്ക്കപ്പുറത്ത് നിന്ന് കാണുന്ന രീതിയിൽ കലാരൂപങ്ങളെ ഒതുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി തുറന്നു കിട്ടിയ ഒരു വലിയ ആസ്വാദനത്തിൻ്റെ വലിയൊരു മേഖലയായി സിനിമ മാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ കല എന്നുള്ള രീതിയിൽ സിനിമ അവതരിപ്പിച്ചപ്പോഴും ഏറ്റവും അധികം ജനപ്രീതിയുള്ള കലാരൂപമായി വളരെ പെട്ടെന്ന് സിനിമ ഉണ്ടായി 4-5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തെല്ലായിടത്തും സിനിമ എന്ന കലാരൂപം ഏറ്റവും ജനകീയമായി മാറിയതിൻ്റെ പുറകിൽ ഇത് തന്നെയായിരിക്കണം, ആ സമത്വം തന്നെയാണ്. അതൊരു വലിയ മഹത്വം തന്നെയായിട്ട് നമ്മൾ അംഗീകരിക്കണം. കമൽജി, അങ്ങേക്ക് തുടരാം അല്പം കഴിഞ്ഞ്. അതിനിടയിൽ ഉർവശിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് സ്നേഹം, ഭാഷ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ്. കേട്ടേക്കാം. എല്ലാത്തിൻ്റെയും ഒടുവിൽ ആത്യന്തികമായിട്ട് കൊണ്ടുവന്ന് നമ്മളെ എത്തിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സ്നേഹം, മനുഷ്യന് പരസ്പരമുള്ള ഭാഷ. Look at you. I make chapati, you make vegetable curry. 50-50. Nothing. Take some mendakas, cut small pieces. Take onion, cut small pieces. Put chira chatti, put it in the adupu. Put some coconut oil, put some kadugumanis, little karvepulas, kadugavara. Take vegetables, put it in. Little chili powder, little bully powder, little curry masala powder, little uppu. Close it. Curry ready. Go. അപ്പൊ തുടങ്ങി കഴിഞ്ഞല്ലേ? Yes. From this minute, this second, only English, no Malayalam. I speak Malayalam, I give 10 rupees fine you. You speak Malayalam, you give 10 rupees fine me. Okay? Okay. Agreed. കമ്മ്യൂണിക്കേഷൻ കുറയും തോറും സ്നേഹിക്കാനുള്ള സമയം കിട്ടാതെ വരുന്നത് പറയുമ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. കാരണം ഒരു എയർപോർട്ടിൽ ഞാൻ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ആ എയർപോർട്ട് റെസ്റ്റോറൻറ്റിൽ, കൊച്ചിൻ എയർപോർട്ട് റെസ്റ്റോറൻറ്റിൽ ഞാൻ വെയിറ്റ് ചെയ്തു. ഈ 2 മണിക്കൂറിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചുറ്റിനും നോക്കുമ്പോൾ ആരും പരസ്പരം സംസാരിക്കുന്നില്ല. ഒന്നുകിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു മൊബൈലിൽ ഇങ്ങനെ ഇരിക്കുക. You want to speak in English, right? Now you explain to me in English how to make ladies finger fry. It's the people who know real English, if they hear you, they'll think that you're mad. Yeah. Have you heard about William Shakespeare? William Shakespeare said that language is a medium for communication. Oh. Have you heard about Wordsworth? Wordsworth said that language is a music of nature. And if I go according to her instructions, I will have to commit suicide like Sylvia Plath by putting my head into the burner, understand? മോളെ, അച്ചു, നമുക്ക് മലയാളം മതിയോ? മതി. ഒരാളിന്റെ മുഖത്ത് ഇങ്ങനെ ഒന്ന് നോക്കി പരിസരത്ത് എന്ത് നടക്കുന്നെന്നോ ഒരു ചിരിയോ ഒന്നും കാണാനില്ല. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വായന കുറഞ്ഞു വരുന്നു, പുസ്തക വായന ഇല്ല. ടി വിയുടെ ഉപയോഗം കുറഞ്ഞ് വളരെ കുറച്ച് ആൾക്കാരായി ടി വി, ബാക്കിയുള്ളവരൊക്കെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലും ഒക്കെ ആയിപ്പോയി. അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ പറയുന്ന സിനിമകൾ ഉണ്ടാവണം, അത്തരം കഥകൾ ഉണ്ടാകണം, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടായ്മകൾ ഇതുപോലെ ഉണ്ടാകണം എന്നുള്ളതാണ് നല്ല സിനിമകൾ. അങ്ങനെ ഉർവശി വീണ്ടും താരമായി. ഇനി വരാനിരിക്കുന്ന ഫിലിം ഫെസ്റ്റുകളിലും താങ്കളുടെ മഹനീയ സാന്നിധ്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കമൽജി സ്വാഭാവികമായും അവിടെയൊക്കെ കാണും. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ പ്രയാർ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ആധ്യാത്മിക ക്ലാസും കലാപരിപാടികളും. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്.